എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ഇത് നമ്മുടെ 77ാമത്തെ വീഡിയോ ആണ്. അതിൽ സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്കിലെ 9ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. 7ഉം 8ഉം തീർന്നു. 7 വന്ന് കർമ്മ ആൻഡ് ഫിസിക്കൽ ബോഡി, 8 വന്ന് കർമ്മ ആൻഡ് മെൻ്റൽ ബോഡി, ഇത് 9 എന്ന് പറയുന്നത് കർമ്മ ആൻഡ് എനർജി ബോഡി. ഇത് ഒരു വലിയ ചാപ്റ്ററാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ട്. എനർജി ബോഡി എന്ന് പറയുന്നതിന് വേറെ 2 പേരുകളുണ്ട്. അതായത് ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ പ്രാണിക് ബോഡി. ഓക്കെ, ഈ ആസ്ട്രൽ ബോഡി, പ്രാണിക് ബോഡി, എനർജി ബോഡി, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാറ്റി മാറ്റി പറഞ്ഞാലും നിങ്ങൾ കൺഫ്യൂസ് ആകരുത്, അതിനാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരം, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് മെൻ്റൽ ബോഡി. മെൻ്റൽ ബോഡി കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല, മനസ്സാണ്. അപ്പോൾ മനസ്സ് ഉള്ളതും മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതുമല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ലെയറാണ്, മൂന്നാമത്തെ ലെയറാണ് ഈ ആസ്ട്രൽ ബോഡി. ഓക്കെ, അപ്പം ഇത് ഞാൻ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പം പഴയ വീഡിയോകൾ കാണാത്തവരായിരിക്കും ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പം അവർക്ക് സംശയങ്ങൾ തോന്നും, അതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മൾ ആദ്യം തൊട്ടേ കണ്ടുകൊണ്ട് വന്നാലും ചിലപ്പോൾ എല്ലാവർക്കും ഓർത്തിരിക്കണമെന്ന് ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചും പറയുന്നത്. ഓക്കെ, ഇതിൽ അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നതിന് മരണം ഉണ്ട്. ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വന്ന് അവൻ്റെ ഫിസിക്കൽ ബോഡി മാത്രമാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് മരണം ഇല്ല. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതെന്തുവാ, സദ്ഗുരു പറഞ്ഞതെന്തുവാ? ഐ ആം നോട്ട് ദിസ് ബോഡി, ഐ ആം നോട്ട് ഈവൻ മൈ മൈൻഡ്. ദെൻ ഹു ആർ യു? യു ആർ ദി ആത്മ, യു ആർ ദ സോൾ. സോ ഈ മരണം അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് നമുക്കല്ല, നമ്മൾ മരിക്കുന്നില്ല. ഓക്കെ, നമ്മളുടെ ദേഹം വയസ്സാകുന്നു അല്ലെങ്കിൽ അസുഖം വരുന്നു. ഒരു മെഷീന് ഒരു 80 വർഷം ഒരു മെഷീൻ ഓടുമ്പം സ്വാഭാവികമായിട്ട് അത് തളരും. അതുപോലെയാണ് നമ്മുടെ ദേഹവും തളർന്ന് അങ്ങനെ വയ്യാതെ വരുമ്പോഴത്തേക്കാണ് അത് മരണത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പം നമുക്കല്ല മരണം, നമ്മളുടെ ആത്മായ്ക്ക് ഒരു നാളും മരണം സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതൊരു കാര്യം. അപ്പം മരണമെന്ന് പറഞ്ഞ് നമ്മൾ ഇനി ഭയക്കേണ്ട കാര്യമേ ഇല്ല. മരണത്തോടുകൂടി എൻ്റെ എല്ലാം തീരുവോ, എല്ലാം അവസാനിക്കുവോ? ഇല്ല. മരണം നമ്മുടെ ഫിസിക്കൽ ബോഡിക്കാണ്. അതിന് പിന്നെയും നമുക്ക് ജീവിതമുണ്ട്. എത്രയോ ലോഹങ്ങളുണ്ട്. ഏകദേശം ഒരു 31 ലോഹങ്ങളുടെ പേര് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 31 ലോഹങ്ങളിൽ ചില മുക്കാലുമുള്ള ലോഹങ്ങളിലൊക്കെ നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച്, നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചോ അതിനനുസരിച്ച്, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ഓരോ ലോഹങ്ങളിൽ പോയിരിക്കാം. അതുമാത്രമല്ല, അവിടെ പോയി നമുക്ക് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാം. മെഡിറ്റേഷൻ തുടങ്ങാമെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക, കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്തവർക്ക് അവിടെ പോയി തുടരാം. പക്ഷേ ആദ്യമായിട്ട് അവിടെ പോയി പഠിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേറ്റ പോലെ ലോ ലെവൽ ലോഹങ്ങൾക്കേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. ഇവിടെ നമ്മളെ തയ്യാർ ചെയ്ത് ഈ മുക്തി എന്ന് പറഞ്ഞ് നമ്മളെ വളരെയധികം തയ്യാർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ബോഡി മരിച്ചേ പിന്നീട് നമ്മളുടെ മെൻ്റൽ ബോഡിയും ആസ്ട്രൽ ബോഡിയും ചേർന്ന് ആവി അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ മേലോകത്ത് പോകും. മേലോകത്ത് പോയി നമ്മൾ എത്ര പാഠങ്ങൾ പഠിച്ചു, ഏതേത് രീതിയിൽ നമ്മൾ പുരോഗമിച്ചു എന്നുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ലോകത്തിൽ നമ്മളെ കൊണ്ട് നിർത്തും. അവിടെ നമുക്ക് കുറേ പുതിയ പാഠങ്ങൾ പഠിക്കാം, അവിടെ മെഡിറ്റേഷൻ തുടരാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മരണമെന്ന് വിചാരിച്ച് ഇനി ആരും ഭയക്കരുത്. എൻ്റെ കൈലാഷ് ചാനൽ കാണുന്ന പ്രേക്ഷകർ ആർക്കും ഇനി മരണഭയം ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരണിക്കുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത് ഈ മെൻ്റൽ ബോഡി.
അപ്പോൾ ഈ മെൻ്റൽ ബോഡി എന്ന് പറയുന്നതും ഈ ക്രമേണ അതിന് ശക്തിയില്ലാതെ പോകും. ഇപ്പം നമ്മളൊക്കെ വോളണ്ടറി ആയിട്ട് മനഃപൂർവ്വം നമ്മൾ ധ്യാനം ചെയ്യുന്നു. അപ്പോൾ ധ്യാനം ചെയ്യുമ്പോഴേ എന്തുവാ, മനസ്സങ്ങ് ഉള്ളിലോട്ട് ഒടുങ്ങുക. നോ തോട്ട് സ്റ്റേറ്റാണ് നമ്മളുടെ ഉദ്ദേശം, ഇല്ലയോ? നമ്മളുടെ ഉദ്ദേശം കൂടെ അല്ല, നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നോ തോട്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ നോ തോട്ട് സ്റ്റേറ്റിലൊക്കെ നമ്മൾ എപ്പോഴും ഇരിക്കുവാണെങ്കിലേ മനസ്സിന് പിന്നെ ജോലിയേ ഇല്ല. അപ്പം മെൻ്റൽ ബോഡിയും കുറേശ്ശെ ക്രമേണ അങ്ങ് നശിച്ചു പോകുമെന്നൊന്നും നമ്മൾ പറയരുത്, അത് ഇല്ലാതായിപ്പോവും. ഓക്കെ, അതൊന്ന്. പക്ഷേ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ ദേഹം മരിച്ചാലും മെൻ്റൽ ബോഡി തളർന്നു പോയാലും ആസ്ട്രൽ ബോഡി യങ്ങായിട്ടിരിക്കും. അതിന് സദ്ഗുരു പ്രയോഗിക്കുന്ന വാക്ക് ഏതാണോ, മിൻറ്റ് ഫ്രഷ്. മിൻറ്റ് എന്ന് വെച്ചാൽ പുതിന ഇല. അപ്പോൾ ഈ പുതിന ചെടി നമ്മൾ വളക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഫ്രഷ് ആയിരിക്കുമ്പോൾ അതിന് നല്ലൊരു മണമാണ്, അല്ലേ? ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു മണമാണ്. അതാണ് മിൻറ്റ് ഫ്രഷ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ പ്രാണിക് ബോഡി അല്ലെങ്കിൽ എനർജി ബോഡി മിൻറ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അതാണ് ആസ്ട്രൽ ബോഡിയുടെ മഹത്വം. പിന്നെ ഈ മെൻ്റൽ ബോഡിയും ആസ്ട്രൽ ബോഡിയും ചേർന്നാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ വിട്ടിട്ട് മേളിൽ ആവി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ള പേരിൽ മേളിൽ പോകുന്നത്. പിന്നെ അവിടെ ക്രമേണ നമ്മൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഈ മെൻ്റൽ ബോഡിക്കും പ്രാധാന്യം ഇല്ലാതാകും. പിന്നെ ഉള്ളത് ആസ്ട്രൽ ബോഡി. ഈ ആസ്ട്രൽ ബോഡിക്കും ഒരു ഡെത്തുണ്ട്. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡി ആസ്ട്രൽ വേൾഡിലിരിക്കും. ഈ ആസ്ട്രൽ ബോഡി ആസ്ട്രൽ വേൾഡിലിരിക്കും. ആസ്ട്രൽ വേൾഡിൽ കുറേ നാളിരുന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ചെയ്യേണ്ട കടമകളെല്ലാം നമ്മൾ ചെയ്തിട്ട് ആസ്ട്രൽ ബോഡിയും മരിക്കും. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡി മരിച്ച പിന്നീടാണ് നമുക്ക് നാലാമത്തെ കോശമായ വിജ്ഞാനമയ കോശത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാ നാലാമത്തെ ലെയറായ വിജ്ഞാനമയ കോശായിൽ പ്രവേശിക്കും. അതിൽ നിന്ന് ആനന്ദമയ കോശായിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമുക്ക് ഫിസിക്കൽ ബോഡിയുണ്ട്, മെൻ്റൽ ബോഡിയുണ്ട്, ആസ്ട്രൽ ബോഡിയുണ്ട്. ആസ്ട്രൽ ഡെത്തൊക്കെ വരാൻ തന്നെ എത്രയോ കാലങ്ങളാകും. പിന്നെയേ വിജ്ഞാനമയ കോശത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ 4ാമത്തെ 5ാമത്തെ ലെയറിനെ കുറിച്ച് സംസാരിക്കേ വേണ്ടെന്ന് ഞാൻ അന്നേ മാറ്റി വെച്ചത്. ഓക്കെ, സമയം വരും നമുക്ക്, അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം ഈ ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവ് കർമ്മയുടെ താക്കത്തിനെ, അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയൊക്കെ മാറ്റാം? പഞ്ചഭൂത ക്രിയ ചെയ്ത് മാറ്റാം. ഋണാനുബന്ധത്തിനെ മാറ്റാനുള്ള വഴികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഫിസിക്കൽ മെമ്മറിയെ മാറ്റാനുള്ള വഴികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഹഠയോഗ എന്ന് വെച്ചാൽ യോഗാസനാസ് ചെയ്ത് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ സ്ട്രെങ്തായിട്ട് വെച്ചേക്കാം. നല്ല ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നല്ല ശാപ്പാട് എന്ന് വെച്ചാൽ ഈ പൊല്യൂഷൻ ഇല്ലാതെ, ഈ കെമിക്കൽസ് ഇല്ലാതെ, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ് ഇതൊന്നും ഇല്ലാത്ത നല്ല ഫുഡിനെ ഫാം ഫ്രഷ് ഉള്ള ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ഹെൽത്തി ആയിട്ട് വെച്ചേക്കാം. പിന്നെ മെൻ്റൽ ബോഡിയിലും നമ്മൾ ഒരുപാട് മെൻ്റൽ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് അതും പറയണമല്ലോ. ഫിസിക്കൽ എക്സസൈസ്, യോഗാസന, പിന്നെ ഡെയിലി സാധന, പ്രാണായാമ, നാഡിശുദ്ധി, പിന്നെ പ്രാണായാമ ഈ 5ഉം ഒരു സെറ്റാണ്. വാക്കിംഗ് പോകുന്നത്, ഇതെല്ലാം വന്ന് നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ സ്ട്രോങ് ആക്കും. മെൻ്റലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ബുദ്ധിയെ നമ്മൾ തുരുമ്പിക്കാൻ വിടരുത്, റസ്റ്റ് ചെയ്യാൻ വിടരുത്. അപ്പോൾ അങ്ങനെ മെൻ്റലി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും അലേർട്ടാകും. അത് ഈ വയസ്സാകുമ്പോഴേ ഈ പാർക്കിൻസൺസ് ഡിസീസ് വരുന്നു. കൈയും കാലും എല്ലാം ഇങ്ങനെ ആവും, അവർക്ക് ഒരു കപ്പ് പോലും പിടിക്കാൻ പറ്റുന്നില്ല, ഓർമ്മക്കുറവ്, അംനീഷ്യ, സ്ലീപ്പ് വാക്കിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് പെശക് വരുന്നുണ്ട് മനസ്സിൽ.
അതിനൊക്കെയാണ് ഇപ്പോൾ ഉള്ള സയൻസ് എന്തുവാണ് പറയുന്നത്, 90 വയസ്സിൽ കൂടെ നിങ്ങൾ ഏതെങ്കിലും പുതിയതായിട്ട് പഠിക്കണം. പുതിയതായിട്ട് പഠിക്കുമ്പോഴേ പുതിയ സെൽസിൻ്റെ കണക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ഈ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ ക്രോസ് വേർഡ് പസിൽ ചെയ്യാം, എന്തെങ്കിലും വീണ പഠിക്കാം, ഗിറ്റാർ പഠിക്കാം. അയ്യോ എനിക്ക് 90 വയസ്സായി, എനിക്ക് വീണയൊന്നും പൊക്കാൻ വയ്യ, വേണ്ട, ഏത് തയ്യൽ പഠിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാം. ഈ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മുടെ മനസ്സ് ഫ്രഷായിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ ആസ്ട്രൽ ബോഡിയിൽ ഉള്ള കർമാവിനെ മാറ്റിയെടുത്താൽ അതിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരിക്കും, വളരെ ആഴത്തിലായിരിക്കും പോകുന്നത്. എന്നുവെച്ചാൽ ആസ്ട്രൽ ബോഡിയെ വളരെ ആഴത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ നെഗറ്റീവ് കർമ്മയുടെ ഇഫക്റ്റിനെ, ആസ്ട്രൽ ബോഡിയിലുള്ള ഇഫക്റ്റിനെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് അത് ആസ്ട്രൽ ബോഡിയിൽ മാത്രമല്ല, മെൻ്റൽ ബോഡിയിലും ഫിസിക്കൽ ബോഡിയിലും നല്ലതുണ്ടാക്കും. മനസ്സിലായോ? അതൊക്കെ അതിൻ്റെ വഴികളൊക്കെ നോക്കി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് കർമ്മയോഗ ആൻഡ് ആസ്ട്രൽ ബോഡി. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. അതായത് ഈ ആസ്ട്രൽ ബോഡിക്ക് വേറൊന്നുണ്ട്, അതിന് ഏജിങ് ഇല്ല. ഏജിങ് എന്ന് വെച്ചാൽ എന്തുവാ? വയസ്സാവുന്നു. ഈ വയസ്സാകാതെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. മറവി വരാം. ഇപ്പോൾ കഴുത്തിലൊക്കെ ചുളുക്ക് വന്നു. ഈ കഴുത്തിൽ ചുളുക്ക് വന്നാലേ നമുക്കറിയാം അത് അവരുടെ വയസ്സ് ഒരുവിധം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ കയ്യിൽ ഞരമ്പൊക്കെ വെളിയിൽ അറിയുന്നു, തോല് ചുരുങ്ങാൻ തുടങ്ങുന്നു. അപ്പം ഇതൊന്നും യങ്ങായിട്ടുള്ളപ്പോൾ ഇല്ല, വയസ്സാകുമ്പോൾ. അതുമാത്രമല്ല, ഒരു 60-65 കഴിഞ്ഞാൽ പടപടപടയെന്നാണ് ഈ ഏജിങ് പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഈ ഏജിങ് നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും, മെൻ്റൽ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും, പക്ഷേ ആസ്ട്രൽ ബോഡിയെ അഫക്റ്റ് ചെയ്യൂല. അതുമാത്രമല്ല, നമ്മൾ ആസ്ട്രൽ ബോഡിയിലുള്ള കർമാവിനെ മാറ്റാൻ തുടങ്ങിയാൽ നമ്മളുടെ പോയി ചേരുന്ന ഡെസ്റ്റിനേഷനെയെ മാറ്റും. പോയി ചേരുന്ന ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലയോ, ഏകദേശം 31 ലോഹങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മളുടെ ലെവൽ അനുസരിച്ച് നമ്മളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രോഗ്രസ് റിപ്പോർട്ടും വെച്ചുകൊണ്ട് അതിന് തക്കനെ ഉള്ള ലോകത്തിൽ നമുക്ക് കുറേ നാൾ അവിടെ ജീവിക്കാം. ഓക്കെ, അങ്ങനെ ജീവിക്കാം. പക്ഷേ ഇത് ഒരു മാർഗമാണ്, നമ്മുടെ ഈ ഭൂലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് പോകുന്ന മാർഗം. അതാണ് നമ്മൾക്ക് നോർമലായിട്ട് നടക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ഈ ആസ്ട്രൽ ബോഡിയിലുള്ള നെഗറ്റീവ് കർമ്മനെ മാറ്റിയെടുത്താൽ അതെന്തോ ചെയ്യും? നമ്മളുടെ ഡെസ്റ്റിനേഷനെ മാറ്റും. ഈ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒടുക്കം പോയി ചേരുന്ന സ്ഥലം. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ന്യൂഡൽഹി പോന്നു, കേരള എക്സ്പ്രസ്സിൽ കയറുന്നു. വാട്ട് ഈസ് മൈ ഡെസ്റ്റിനേഷൻ? ന്യൂ ഡൽഹി ഈസ് മൈ ഡെസ്റ്റിനേഷൻ. അതുപോലെ ഈ നെഗറ്റീവ് കർമ്മ ഇൻ ദ ആസ്ട്രൽ ബോഡി, അതിനെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷൻ മാറും. ഈ സാധാരണ ലോകത്തൊന്നും പോയി ചുറ്റിക്കറങ്ങി അടിച്ച് തിരിയേണ്ട കാര്യമേ ഇല്ല. നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെയാണ്, അതായത് മുക്തി. ഓക്കെ, സോ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, പിന്നെ ഇനിയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ 3 കർമ്മങ്ങളെ പറ്റി പഠിച്ചില്ലയോ? സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ, ആഗാമി കർമ്മ. ഇതിൽ ഈ പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നതാണ് ഈ ജന്മത്തേക്ക് നമുക്ക് തീർക്കാൻ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി, അളവ്. അതേസമയത്ത് ഈ സഞ്ചിത കർമാവിനെ ആരെ കൊണ്ടോ അത്ര എളുപ്പം 1 ജന്മത്തോ 10 ജന്മത്തോ ഒന്നും തീർക്കാനൊക്കത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ആൾറെഡി ഈ കർമ്മതിനെക്കുറിച്ച് അറിയാതെ തന്നെ കുറേ തെറ്റുകൾ ചെയ്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ നിരന്തരം നമ്മൾ സാധന ചെയ്ത് അതിൽ അതിതീവ്രമായിട്ട് ഇറങ്ങി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഗുരു മുഖാന്തരം, അതായത് ഒരു ഗുരുവിൻ്റെ
ആജ്ഞപ്രകാരം നമ്മുടെ സാധനങ്ങളെല്ലാം ചെയ്തു വന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ സഞ്ചിത കർമ്മയെ തീർക്കാൻ പറ്റും. അപ്പോൾ സഞ്ചിത കർമ്മ ഒറ്റയടിക്ക് തീർത്താൽ നമ്മൾ പോകുന്ന ലോകം വേറെയാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനിയൊരു ദിവസം പറയാം. അങ്ങനെ ഉള്ളപ്പം സഞ്ചിത കർമ്മനെ ഒട്ടുമൊത്തമായിട്ട് തീർക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരി, രായും പകലും അതിതീവ്രമായിട്ട് ഞാൻ സാധനങ്ങൾ ചെയ്തു, അതിൽ ഞാൻ എൻ്റെ സഞ്ചിത കർമാവിനെ അത്രയും ബേൺ ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പം വാട്ട് ഹാപ്പൻസ്, എന്ത് നടക്കും? നമ്മുടെ ഫിസിക്കൽ ബോഡി പടേന്ന് അങ്ങ് പോകും. ഓക്കെ, അതായത് നമ്മളുടെ എനർജി ബോഡി ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ ആ എനർജിയെ ഈ ഫിസിക്കൽ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഫിസിക്കൽ ബോഡി മരിക്കും. ഓക്കെ, ഇതാണ് ഇതേ എക്സാമ്പിൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 40 വയസ്സിൽ ഒരാൾ മരിച്ചു. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട ഒരു കോൺവെർസേഷനാണ്. 40 വയസ്സേ ആയുള്ളൂ, ചെറുപ്രായം, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അവൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്ത് നല്ല യോഗയൊക്കെ ചെയ്യുന്നോ, ദിവസവും യോഗ ചെയ്യും, അമ്പലത്തിൽ പോകും, സാധനങ്ങളൊക്കെ ചെയ്യും. എന്നാലും ഇവനിങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ഒരു കഷ്ടം വന്നിരിക്കരുത്, ഇങ്ങനെ ഒരു ദുരന്തം വന്നിരിക്കരുത് എന്ന്. പക്ഷേ അത് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ പറയുന്ന കാര്യമാണ്. പക്ഷേ അവനെ സംബന്ധിച്ചവരെ അത് ഏറ്റവും നല്ല കാര്യം. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഓൾമോസ്റ്റ് സഞ്ചിത കർമ്മ എല്ലാം തീർന്നു. അപ്പം അവൻ്റെ എനർജി ബോഡി ഭയങ്കര സ്ട്രോങ്. അവൻ്റെ ദേഹം ഇതിന് ഈട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിന് ഒത്തുഴയ്ക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയ കാറിന് ഒരു വലിയ കാറിൻ്റെ എൻജിൻ എടുത്ത് ഫിറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യും? കാറ് താറുമാറായിട്ട് ഓടി എവിടെയെങ്കിലും പോയി ഇടിക്കും. അത് കാറിൻ്റെ കുഴപ്പവുമല്ല, എൻജിൻ്റെ കുഴപ്പവുമല്ല, നമ്മൾ ഫിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പം. വളരെ പവർഫുള്ളായിട്ടുള്ള എൻജിന് അതിനേറ്റ പോലെ ബോഡിയുള്ള കാറ് വേണം, കാറിൻ്റെ ബോഡി അതിനേറ്റ പോലെ വേണം. ചെറിയ കാറാണെങ്കിൽ അതിനേറ്റ പോലെ ചെറിയ എൻജിനെ വയ്ക്കാവൂ. അപ്പം നമ്മൾ മാറ്റി വയ്ക്കുമ്പം താറുമാറായിട്ടാണ് പോകുന്നത് കാര്യങ്ങൾ. അതുപോലെയാണ് ഈ ചെറുപ്രായത്തിലെ ആളുകൾ മരിക്കുന്നത്. ഇത്രയും നല്ല വഴി പോയിട്ടും മരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളതിനു വേണ്ടി ദുഃഖിക്കേണ്ട കാര്യമില്ല. സ്വാമി വിവേകാനന്ദർ, ആദിശങ്കരർ, ഇവർക്കൊക്കെ എന്തു പറ്റി? അവരെന്താ കൊച്ചു വയസ്സിലേ മരിച്ചത്? അവർ മരിച്ചതല്ല, അവർ ദേഹത്തിനെ വിട്ടിട്ട് പോയി. എന്താണെന്ന് വെച്ചാൽ അവരുടെ എനർജി ബോഡിക്ക് അത്രയും പവർ കൂടുമ്പം അവരുടെ സ്ഥൂല ശരീരം തന്നെ ആ സൂക്ഷ്മ ശരീരത്തിനെ കൊണ്ട് നടക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ തിരിച്ചും വീണ്ടും പറയുന്നത്. പിന്നെ അപ്പം ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ പോംവഴി എന്തുവാന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് കർമാവിനെ കുറയ്ക്കണം. അതിന് പല വഴികൾ നമ്മൾ നേരത്തെ കണ്ടു. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് എന്തുവാ നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതിഫലം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമയം നിങ്ങൾ എല്ലാവരും പല തീരുമാനങ്ങൾ എടുത്തിരിക്കണം. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, ഇത്ര സമയം യോഗ ചെയ്യും, ഇത്ര സമയം മെഡിറ്റേഷൻ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം നിങ്ങൾ ലിസ്റ്റിട്ട് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിചാരം. അങ്ങനെ തന്നെ പോകട്ടെ. ഓക്കെ, വേറൊരു കാര്യം, സദ്ഗുരു പറയുന്നത് ആൾക്കാരെല്ലാം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനാണ് നോക്കുന്നത്. ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്തുവാ? സ്വയം മുന്നേറുക എന്ന് വെച്ചാൽ മെച്ചപ്പെടുന്നു. നമ്മൾ ഓരോ ദിവസം നമ്മൾ മെച്ചപ്പെടുന്നു. ഈ മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് ഈ ലൗകിക ജീവിതത്തിലിരിക്കുമ്പം ഏത് രീതിയിലാണ് മെച്ചപ്പെടേണ്ടേ? സൈക്കിളുള്ളവൻ സ്കൂട്ടർ വാങ്ങിക്കും, സ്കൂട്ടറുള്ളവൻ ബൈക്ക് വാങ്ങിക്കും, ബൈക്കുള്ളവൻ കാറ് വാങ്ങിക്കും, ഒരു കാറുള്ളവൻ 2 കാറ് വാങ്ങിക്കും, ഒരു വീട് വാങ്ങിക്കും, ഒരു വീടുള്ളവൻ 2 വീട് വാങ്ങിക്കും, ഫാം ഹൗസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് പുരോഗമനം ഇൻ ദ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ. അത് വേണം തന്നെ, ഐ എം നോട്ട് അഗെൻസ്റ്റ് ഇറ്റ്. പക്ഷേ സദ്ഗുരു പറയുന്നത് ഇങ്ങനത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്വയം
മെച്ചപ്പെടുന്നതല്ല നമുക്ക് വേണ്ടിയത്. നമുക്ക് പെട്ടെന്ന് സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടിയത്. അപ്പോൾ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പെട്ടെന്ന് വേണ്ട മാറ്റങ്ങൾ. എങ്ങനത്തെ മാറ്റം വേണം? എനിക്കിനി ഇതൊന്നും വേണ്ട, ഞാനിങ്ങനെ ജീവിക്കണം, ഞാൻ ഒരു ദിവസം ഇത്രയും മണിക്കൂർ ധ്യാനം ചെയ്യണം, ഒരു ദിവസം ഇത്രയും മണിക്കൂർ സൈലൻസിലിരിക്കണം, ഇത്രയും മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കിരിക്കും, ഇത്രയും മണിക്കൂർ ഞാൻ പൂജ ചെയ്യും, ഇത്രയും മണിക്കൂർ ഇന്നത് ചെയ്യും, ഇത്രയും സർവീസ് ചെയ്യും, മറ്റവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അങ്ങനത്തെ പടേന്നുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക, അത് ഉടനെ നടപ്പിലാക്കുക. അതാണ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സദ്ഗുരു പറയുന്നത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനൊന്നും ഇനി നിങ്ങൾ പോകണ്ട മക്കളെ. നിങ്ങൾ പടയെന്ന് എന്തെങ്കിലും മേളി കയറിപ്പോകാനുള്ള വഴി നോക്ക്. നിങ്ങൾക്ക് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. അപ്പോഴേ നമുക്ക് മുക്തി കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഫിസിക്കൽ വർക്ക് പല കാര്യങ്ങൾ ചെയ്താൽ ഫിസിക്കൽ ബോഡി നന്നാവും, മെൻ്റൽ വർക്ക് ചെയ്താൽ മെൻ്റൽ ബോഡി നന്നാവും. പക്ഷേ ഈ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് ആരും ബോധേഡ് അല്ല. അതിന് ഒരു കാര്യമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആസ്ട്രൽ ബോഡി നമുക്ക് കണ്ണിന് കാണുന്നില്ല, ദേഹത്തിന് നമുക്ക് കാണുന്നു, മനസ്സുണ്ടെന്ന് നമുക്കറിയുന്നു. പക്ഷേ ഈ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് യാതൊരു സൂചനയും നമുക്കില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമ്മൾ ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഇപ്പം നമുക്ക് അറിഞ്ഞ സ്ഥിതിക്ക്, ആസ്ട്രൽ ബോഡിയെ അറിഞ്ഞ സ്ഥിതിക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കർമ്മ നമ്മുടെ ആസ്ട്രൽ ബോഡിയെയും അടിച്ചമർത്തും എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണ്ടേ? നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് ഇപ്പം ചെയ്യേണ്ട കാര്യം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ചിലർക്ക് നല്ല പേരുണ്ട്, പേരും പ്രതാപവും പണവും സെൽവാക്കും നല്ല ഒരു അന്തസ്സും സൊസൈറ്റിയിലുണ്ട്. അതേ സമയത്ത് അവരെ സംബന്ധിച്ചവരെ ഞാൻ ഒന്നുമില്ല, എനിക്ക് ഒന്നുമേ ഇല്ല, ഒരുമാതിരി ഇൻസിഗ്നിഫിക്കൻ്റായിട്ട് ഫീൽ ചെയ്യും. ഈ ഇൻസിഗ്നിഫിക്കൻ്റ് എന്നുള്ള വാക്കിനർത്ഥം മറ്റവരൊക്കെ അവരെ വലിയ ആളായിട്ട് വിചാരിക്കും. പക്ഷെ അയാൾക്ക് സ്വയം മനസ്സിൽ എന്തോ ഒരു പോരായ്മ. ഇത്രയും കാശുണ്ട്, പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ആൾക്കാരുണ്ട്, എടുപിടിക്കുക ആൾക്കാരുണ്ട്, നല്ല പണമുണ്ട്, പദവിയുണ്ട്, അന്തസ്സുണ്ട്, മര്യാദ ഉണ്ട് സൊസൈറ്റിയിൽ, എല്ലാം ഇരുന്നിട്ടും അവർക്ക് സ്വയം അവരെക്കുറിച്ചുള്ള ഒരു ധാരണ പോരാ. അതിൻ്റെ അർത്ഥമാണ് ഇൻസിഗ്നിഫിക്കൻ്റ് ഫീലിംഗ്. അപ്പോൾ ഈ ഇൻസിഗ്നിഫിക്കൻ്റായിട്ട് ഫീൽ ചെയ്യാൻ കാരണം അവരുടെ ആസ്ട്രൽ ബോഡി സ്ട്രോങ് അല്ല. അങ്ങനെയാണ് സദ്ഗുരു പറയുന്നത്. അതേസമയത്ത് ഈ യോഗികൾക്ക് നോക്കണം, യോഗികൾക്കെല്ലാം പണം വേണ്ട, കാശ് വേണ്ട, അതില്ല, വേണ്ടെന്നല്ല, ഒന്നുമില്ല അവർക്ക്. ഒരു തിരുവോടും ഏന്തിക്കൊണ്ട് ഒരു കാവി ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. അവർക്ക് രാത്രി കിടക്കാൻ പോലും സ്ഥലമില്ല. തിരുവണ്ണാമലയിൽ നിങ്ങൾ പോയി നോക്കണം. തിരുവണ്ണാമല റോഡ് സൈഡ് മൊത്തം ഈ സ്വാമിയാറുകളാണ്. പിന്നെ അതിൽ പലരും പല രീതിയിലും വന്ന ആൾക്കാരാണ്. എല്ലാവരും ധ്യാനത്തിനും എല്ലാവരും മുക്തിക്കും വേണ്ടി അല്ല വന്നത്. അതിന് പല പല കാരണങ്ങളുണ്ട്. നമ്മൾ അങ്ങനത്തെ ചർച്ചകളിലൊന്നും പോയി പെടരുത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തടിക്ക് വീണാൽ നമ്മൾ കാണുന്നത് ഒരു സാധുവിനെയാണ്. ഒരു യോഗിന്ന്, പെർഫെക്റ്റായിട്ടുള്ള യോഗിന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കയ്യിൽ ഒരു ചെറിയ പാത്രം കാണും, ഒരു കാവി ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ മുണ്ട് കൊടുത്തുകൊണ്ട് അവർ നടക്കുന്നു. പക്ഷേ അവർക്ക് ഈ സമുദായത്തിൽ, സൊസൈറ്റിയിൽ വലിയ മതിപ്പും മര്യാദയും ഒന്നുമില്ല. പക്ഷേ അവരെല്ലാം ഹാപ്പിയാണ്. അവരുടെ വിചാരം അവരുടെ ജീവിതം ധന്യമാണ്, ഫുൾഫിൽഡ് ലൈഫാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോന്നൽ? ആദ്യം പറഞ്ഞ ആളിന് എല്ലാം ഉണ്ട്, പക്ഷേ ഒരു നിറവായിട്ടുള്ള ഒരു തോന്നലില്ല. ഇവിടെ ഇവർക്ക് തലയ്ക്ക് മീതെ കൂരയില്ല, അടുത്ത ദിവസം അന്ന് രാത്രി കിടന്നുറങ്ങാനുള്ള സ്ഥലമില്ല, എന്ന് ഫുഡ് കിട്ടുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ.
എന്നിട്ടും അവർക്കൊരു തൃപ്തിയുണ്ട്. ഈ തൃപ്തിക്ക് കാരണം അവരുടെ ആസ്ട്രൽ ബോഡി സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് സദ്ഗുരു പറയുന്നത്. അപ്പം പിന്നെ വേറെന്തുവാ പറയുന്നത്? ഇതിൽ സദ്ഗുരു വേറെയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഈ നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ നമ്മൾ നീറ്റാക്കിയാൽ, വർക്കൗട്ട് ചെയ്ത് നീറ്റാക്കിയാൽ ആളുകൾക്ക് നമ്മളെ കാണുമ്പോഴേ അറിയാം. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ യോഗ ചെയ്യാറുണ്ടോ റെഗുലറായിട്ട് എന്ന്. ബോഡി ഇത്രയും ഫിറ്റായിട്ട് വെച്ചിരിക്കുന്നല്ലോ, യോഗ ചെയ്യാറുണ്ടോ എന്നൊക്കെ. ഉണ്ട്. അപ്പം ഞാൻ ആരെടുത്ത് ഞാൻ പോയി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഞാൻ യോഗ ചെയ്യുന്നു, ഞാൻ ആത്മീയത്തിലാണ്, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ആൾക്കാർക്ക് നമ്മളെ കാണുമ്പം അവർക്ക് അങ്ങനെ ഒരു ധാരണ തോന്നുന്നുണ്ട്. അങ്ങനെ അതേപോലെ ഈ മെൻ്റൽ ബോഡി നമുക്ക് ക്ലീനായിരുന്നാലും നമ്മൾ മാനസികമായിട്ട് ഒരു രോഗമില്ലാതെ നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ഇരുന്നാൽ ഈ അകത്തിനഴക് മുഖത്തിൽ എന്ന് പറയും തമിഴിൽ. അതുപോലെ ഉള്ളിലുള്ള സന്തോഷം നമുക്ക് മുഖത്തറിയും. നമുക്ക് വലിയ തന്നെ ഉള്ള ഐശ്വര്യറായനെ കൂട്ടോ അല്ലെങ്കിൽ വലിയ ഒരു ലോഹ അഴകിയുടെ കൂട്ടുള്ള മുഖവോ കണ്ണും മൂക്കും ചെതുക്കിയ പോലുള്ള മൂക്കും മീൻ പോലുള്ള കണ്ണും അതൊന്നും നമുക്ക് വേണ്ട. പക്ഷേ നമുക്ക് മുഖത്ത് ഒരു ഐശ്വര്യം, ചൈതന്യം, മനസ്സ് സന്തോഷമായിരുന്നാൽ മുഖത്ത് ആ ചൈതന്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതേ സമയത്ത് ഈ ഫിസിക്കൽ ചേഞ്ചും മെൻ്റൽ ചേഞ്ചും നമുക്ക് മറ്റവർക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അതിന് ഇനിയൊരു ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു കൂട്ടത്തിൽ പോയി എന്ന് വെച്ചോണം, അവർക്കെല്ലാവർക്കും നമ്മളെ പെട്ടെന്ന് നമ്മളിൽ ഉള്ള ഒരു വ്യത്യാസം അവർക്ക് മനസ്സിലാകും. നമുക്കറിയത്തില്ല, ഈ അലഞ്ഞു തിരിയുന്ന യോഗിക്ക് ആസ്ട്രൽ ബോഡി സ്ട്രോങ് ആണെന്ന് അറിയത്തില്ല എന്നുള്ള പോലെ നമുക്ക് പോകുമ്പോൾ അറിയത്തില്ല. അതേസമയത്ത് മറ്റവർക്ക് നമ്മളെ കാണുമ്പം നല്ലപോലെ മനസ്സിലാകും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഡെസ്റ്റിനേഷൻ മാറാൻ പോകുന്നില്ല. ഈ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും വളരെ ശുദ്ധമായിട്ട് വെച്ചിരുന്നാൽ പോലും അവർക്ക് അവർ പോയി ചേരേണ്ട ഇടത്തിൽ ഉള്ള ഗോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ആസ്ട്രൽ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഗോൾ മാറും. ഗോൾ മാറുമെന്ന് വെച്ചാൽ അവരുടെ ഡെസ്റ്റിനേഷൻ, അവർ എത്തിച്ചേരേണ്ട സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് നല്ലപോലെ മനസ്സിലാകും. അതുമാത്രമല്ല, അതിനൊരു എക്സാമ്പിളാണ് സദ്ഗുരു പറയുന്നത്. സദ്ഗുരുവിൻ്റെ ഇന്നർ എൻജിനീയറിംഗ് പ്രോഗ്രാം ഞാനൊക്കെ 7 ദിവസം ഡയറക്റ്റായിട്ട് പോയി പഠിച്ചതാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ കൊറോണ പീരീഡിലാണ് ഓൺലൈനിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിൽ ശാംഭവി മുദ്ര ഒന്ന് പറഞ്ഞു തരും. അതായത് സദ്ഗുരു യോഗ ടീച്ചറാണ് ബേസിക്കലി. അപ്പോൾ ആ യോഗയിലുള്ള നല്ലതെല്ലാം എടുത്ത് അതിൻ്റെ എസൻസൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇന്നർ എൻജിനീയറിംഗ്. അതിൽ ശാംഭവി മുദ്ര ഉണ്ട്. ഈ ശാംഭവി മുദ്ര ചെയ്യുമ്പം അത് തന്നെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനെ കാണിച്ചു തരും എന്നാണ് സദ്ഗുരു പറയുന്നത്. അതിൽ സദ്ഗുരുവിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, സദ്ഗുരു നിങ്ങളുടെ ഇന്നർ എൻജിനീയറിംഗ്, ഈ ചോദ്യം ചോദിക്കാൻ ഓഡിയൻസിൻ്റെ അടുത്ത് ചാൻസ് കൊടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഒരാൾ എണ്ണിച്ച് ചോദിച്ചു, സദ്ഗുരു നിങ്ങൾ പറഞ്ഞു തന്ന ഇന്നർ എൻജിനീയറിംഗ് ഞാൻ പഠിച്ചു, ഞാൻ 2 വർഷം കൊണ്ട് വിടാതെ ഈ മുദ്ര ശാംഭവി മുദ്ര ഞാൻ ചെയ്തുകൊണ്ട് വരിക, എനിക്ക് എപ്പോൾ എൻലൈറ്റ്മെൻറ്റ് കിട്ടും? എൻലൈറ്റ്മെൻറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ എപ്പോൾ? സദ്ഗുരുവിൻ്റെ ഒറ്റ ആൻസറാണ്, നോ, യു വിൽ നോട്ട് ഗെറ്റ് എൻലൈറ്റൻഡ്. അത് ശരിയാണ്. ഞാനും വിചാരിച്ചു സദ്ഗുരുവൊക്കെ വെട്ടൊന്ന് തുണ്ട് 2 എന്ന് പറയുന്ന സംസാരമാണ്. അപ്പം നോ എന്ന് പറഞ്ഞപ്പം അങ്ങേർക്ക് 2 വർഷം കൊണ്ട് ശാംഭവി മഹാമുദ്ര വിടാതെ ചെയ്തിട്ടും അയാൾക്ക് എൻലൈറ്റൻമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ സാൽവേഷൻ ഇല്ല, അല്ലെങ്കിൽ മുക്തി ഇല്ല, നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പം നമുക്കൊക്കെ ഷോക്കായിപ്പോയി. അയ്യോ എന്തുവാ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ സദ്ഗുരു പറഞ്ഞു, ഈ ശാംഭവി മഹാമുദ്ര ഇട്ടുകൊണ്ട് മാത്രം നിനക്ക് മുക്തി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ
ഈ ശാംഭവി മഹാമുദ്ര നീ റെഗുലറായിട്ട് ചെയ്തു വരുമ്പം നിനക്ക് വേറെ വേറെ പല കതവുകൾ തുറക്കപ്പെടും, നിനക്ക് വേറെ വേറെ വഴികൾ കാണിച്ചു തരപ്പെടും. അതിൽ കൂടെ നീ യാത്ര ചെയ്യുമ്പോഴായിരിക്കും വളരെ തീവ്രമായിട്ട്, നീ എത്ര അതിതീവ്രമായിട്ട് നീ സാധനകൾ ചെയ്യുന്നോ അതിനേറ്റ പോലെ നിനക്ക് മുക്തി കിട്ടത്തുള്ളൂ എന്ന് സദ്ഗുരു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തിൽ കിട്ടിയതാണ്. ഈ ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് സദ്ഗുരു പറഞ്ഞ അതേ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നർ എൻജിനീയറിങ് ചേർന്നു, വളരെ കാര്യമായിട്ട് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ അതിന് പിന്നെ ടക്ക് എനിക്ക് പല മാറ്റങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, സദ്ഗുരുവാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അതിന് പിന്നെ ഒരുപാട് എനിക്ക് ഇപ്പോൾ ഇത് യോഗീസ് രാജ എന്നൊരു ഗുരുവുണ്ട്. 5 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുവാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പഠിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അടിക്കടി ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി നോക്കും, അങ്ങനെയൊക്കെ. അപ്പം ഈ ശാംഭവി മഹാമുദ്ര പഠിക്കുന്നതിന് മുമ്പേ ഉള്ള വത്സലയല്ല ഇപ്പം. അങ്ങനെ യോഗീസ് രാജ എന്നുള്ള ഗുരുവിനെ കണ്ടു, പിന്നെ പ്രദീപ് വിജയ് എന്നുള്ള ഗുരുവിനെ കണ്ടു, പത്രിജിയുടെ ഗുരുവിനെ കണ്ടു, ഒരുപാട് ഗുരുമാരെ കണ്ടു, ഗുരുക്കന്മാരെ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് 100% ക്ലാരിറ്റി ഉണ്ട്. മുക്തി കിട്ടിയോയെന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുവാണ്. പക്ഷേ അതിനു പുറമേ ഈ ജീവിതത്തിൽ തന്നെ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള 100% ക്ലാരിറ്റി എൻ്റെ മനസ്സിലുണ്ട്. അത് മതി. അപ്പം ആസ്ട്രൽ ബോഡിയിൽ നമ്മുടെ ഈ നെഗറ്റീവ് കർമാസിൻ്റെ ഇഫക്റ്റിനെ നമ്മൾ കുറയ്ക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇനി ഒരു 2 വീഡിയോസിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വലുതാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇതോടെ ഇവിടെ നിർത്തിക്കോളാം. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. നന്ദി, നമസ്കാരം.